നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടഞ്ചിറപ്പടിക്കലാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, പള്ളിയുടെ അവിടെ തൊട്ട് പുതുപ്പള്ളിക്കവല വരെ മിക്കപ്പോഴും പൈപ്പ് പൊട്ടുന്ന വിവരങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വിപരീതമായിട്ട് ഇവിടെ ഒരു പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ഇത് ആരും ശ്രദ്ധയപ്പെടത്തില്ല. അപ്പം നമുക്കിതൊന്ന് കാണാം. ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ വീടിൻ്റെ മുൻവശമായിരുന്നു. കിഴക്കക്കര ഒളശപ്പടി റോഡ്. അതും നമ്മുടെ പുതുപ്പള്ളിക്കവലയ്ക്കും കുട്ടഞ്ചിറപ്പടിക്കും മധ്യത്തിലായിട്ടാണ്. ഇവിടെ ഒരു കലുങ്കുണ്ട്. ഈ കലുങ്കിൻ്റെ ഇവിടെ ഇന്നലെ ഞാൻ പള്ളിയുടെ കൊടിയേറ്റായിരുന്നു. അപ്പം കൊടിമര ഘോഷയാത്രയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന പോലെ ഒരു സൗണ്ട് കണ്ടു. ഞാൻ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നേരം അങ്ങ് പോയി. ഇവിടെ ഇപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് വെള്ളം ഈ കലുങ്കിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോഴത്തേന് എനിക്ക് തോന്നി പൈപ്പ് പൊട്ടിയതായിരിക്കുന്നത്. ഞാൻ ഇന്ന് വന്നാണ് അവിടെ നോക്കിയത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്യാമറ നേരെ താഴോട്ട് ഇറക്കി കൊടുത്തു. നേരത്തേനാണ് കണ്ടത്. അതിലെയാണ് ഒരു പൈപ്പ് മെയിൻ ലൈൻ പോകുന്നത്. അപ്പോൾ അത് പൊട്ടി വെള്ളം ലീക്കായിട്ടാണ് ഇവിടെ മുഴുവൻ വെള്ളം കിടക്കുന്നത്. അപ്പം ഇത് കുറേ നാളുകളായെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇതാരുടെയും ശ്രദ്ധയപ്പെടുന്നില്ല. കാരണം നമ്മളതിൽ ആരും പോയാലും ഇതിങ്ങനെയുള്ളൊരു സംഭവം ആരും കാണത്തില്ല. ഞാൻ ജസ്റ്റ് അവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് നോക്കിക്കൊണ്ട് മാത്രമാണ് ഇത് കാണാൻ സാധിച്ചത്. അപ്പം ഞാൻ ക്യാമറ താഴോട്ട് ഇറക്കിയപ്പോഴത്തേനാണ് കണ്ടത്. ഇതൊരു പൈപ്പാണ്, മെയിൻ ലൈനാണ്. ഇത് ഇവിടുന്ന് ഒരു സബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാൽവ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ലീക്കായാണ് ഒരുപാട് വെള്ളമാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ പുതുപ്പള്ളിയിലെ മിക്ക സ്ഥലങ്ങളിലും പൈപ്പിലൊക്കെ പ്രഷർ കുറഞ്ഞ് ചെറിയ രീതിയിലാണ് വെള്ളം വരുന്നതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ഒരു കാരണം ഇതൊക്കെ കൊണ്ടാകാം. നമുക്കറിയാം, അങ്ങാടി മുതൽ പുതുപ്പള്ളിക്കവല വരെ തെഴുതര പൈപ്പ് പൊട്ടുകയാണ്. അപ്പോൾ ഇപ്പം പെരുന്നാളൊക്കെ വരുന്ന വഴിയുടെ നടുക്ക് കുഴി കുത്തിയിട്ട് അവിടെ ഇപ്പം നല്ല കൊടിയൊക്കെ അവിടെ വെച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ട്. അങ്ങാടി മുതൽ പുതുപ്പള്ളിക്കവലം വരെ പുതിയ പൈപ്പിട്ട് ഇതിനൊരു പരിഹാരം കാണുക മാത്രമേ ഉള്ളൊരു പോംവഴി. അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ മിക്ക വാർഡുകളിലും കുടിവെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും.